ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു സ്ഥലം വരെ പോവുക. മനസ്സിലായോ നിങ്ങൾക്ക്? വെട്ടൊത്തിയും പാത്രമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ വീണ്ടും പണിയൊപ്പിച്ചു മക്കളെ. ഇവിടെ ചക്കരക്കിഴങ്ങ് നിറയെ പന്തലിച്ച് പടർന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എന്നെ നടക്കേണ്ട വഴിയിലൊന്ന് വെട്ടാൻ പറഞ്ഞതാണ്. വെട്ടി കളഞ്ഞു. നോക്കുമ്പോൾ ചക്കരക്കിഴങ്ങ് നിറയെ അവിടെ കിടക്കുക. അപ്പോൾ അത് പറിക്കാനുള്ള ജോലിയിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ നമുക്കത് പറിക്കണത് കാണാം കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ മുഴുവൻ പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ ദൂരത്തിൽ, 1 സെൻറ്റ് സ്ഥലത്തിലധികം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് ഒരു കൊള്ളിയുടെ കമ്പ് കൊടുത്തത് ആരോ നടാനായിട്ട്. അത് വെറുതെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിലുണ്ടായോന്നറിയില്ല. അതും വെട്ടിക്കളഞ്ഞു. മൊത്തത്തിലല്ല വെട്ടിക്കളയില്ല ഇവിടുത്തെ ജോലി. കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ കിഴങ്ങുണ്ടെന്നേ. എനിക്ക് കാണാണ്ട്. പറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞ കളറിൽ കണ്ട, ഇത് ചുവപ്പല്ല, വെള്ളയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കിഴങ്ങുണ്ട്. നിങ്ങൾക്ക് കാണാണ്ട്, ഞാൻ പറിക്കുമ്പോൾ കാണാം കേട്ടോ. ഇതിൻ്റെ അടിയിലുണ്ട് ഒരേ ഉറുമ്പ്, ഭയങ്കര ഉറുമ്പ്. കിഴങ്ങമ്മ കൊള്ളാണ്ട് പറിക്കണം. കാണാണ്ട മക്കളെ, കാണാണ്ട. കൊള്ള ഉറുമ്പ് നിൽക്കണൊക്കെ കിഴങ്ങ്. പോയി അയ്യോ അമ്മ, പറ്റുന്നില്ല. നിറയുണ്ട് മക്കളെ, നിറയുണ്ട്. എനിക്ക് പറിക്കാൻ പറ്റുന്നില്ല. കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. വേരില്ലേ? വേരുണ്ടെങ്കിൽ നമുക്കത് പിടിച്ച് വലിച്ചാൽ മതി. എവിടെയാണെന്നറിയാം. അപ്പോൾ അത് വേരില്ലാണ്ട് എങ്ങനെ പറിക്കാനാണ്? എല്ലാത്തിൻ്റെ ഉള്ളിൽ വെള്ള കളർ കാണാം. പറിച്ചേ പറ്റൂ. പറിക്കട്ടെ കേട്ടാ. ഇങ്ങനെ ഇരിക്കാൻ പറ്റണില്ല എനിക്ക്. ഒത്തിരി ഉണ്ട്. നിറയുണ്ട്. കണ്ട, ഇനി ഒത്തിരി ഉണ്ട് പറിക്കാൻ. കൊള്ളിയുടെ തണ്ട് ഇവിടെ.
പഠിച്ചോ കൊള്ളി മുളച്ചേക്കണമെങ്കിൽ അയ്യോ ചെയ്യാണ്ടായി നേരത്തെ കുളിച്ചു. ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയേക്കാണേ അതിൻ്റെ വേരില്ല കൊള്ളി വേറെ മുളച്ചിട്ടുണ്ട്. മണ്ണില്ലാണ്ട് കൊമ്പ് കൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ ഒന്ന് കുഴിച്ചിട്ടാൽ മതിയായിരുന്നു. ചാരി വെച്ചേക്കണം. ഒന്നും അറിയില്ല ചേട്ടൻ എന്താ ചെയ്യുക. നമ്മൾ എന്തോരം പറഞ്ഞു കൊടുത്താലും ചെയ്യില്ല. അത് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല പറിച്ചെടുക്കണം. എന്തോ ഒരു വലിയ കിഴങ്ങാന്നൊക്കെ. ഓരോ കിഴങ്ങ് ഓരോ കിലോ ഉണ്ട് കണ്ട. കുറേ ഉണ്ട് മക്കളെ. ഇത് പറിച്ച് വയ്യാണ്ടായി. ചേട്ടനെ വിളിച്ചു ലാസ്റ്റ്. അവനെടുക്ക. എന്തൊരു വലിയ ഇതാ. ഇവനല്ലേ നട്ടോ ചെറുതിന്. ഇനി നിറയെ ഉണ്ട്. നമുക്കത് പറിക്കാൻ അറിയണില്ല. അത് വേരൊക്കെ അവിടെ ഇട്ടോ. എൻ്റെ മക്കളെ എത്ര കിട്ടിയെന്ന് ഇനിയുണ്ട് അവിടെ. പറിക്കാൻ ബുദ്ധിമുട്ടാണ്. വേര് പറിച്ചെടുത്തോണ്ടേ എവിടെ സ്ഥലം എന്ന് അറിയണില്ല. ഇല കുറച്ച് കട്ട് ചെയ്യാൻ പറഞ്ഞതാണ് ചേട്ടനോട്. ചേട്ടൻ ഇതുമാതിരി വേരോടെ കുടുങ്ങിയെടുത്തു. നമുക്കൊരു 5 കിലോ ഉണ്ടാവും. പൊന്തിക്കാൻ പറ്റണില്ല. ഓരോ കിഴങ്ങിൻ്റെ വലിപ്പം കണ്ട. എന്തോരം വലിപ്പം നോക്ക്. ഓരോ കിഴങ്ങോളം ഗുണ്ടുമണിയോളം 1 കിലോ 1/2 കിലോ ഒക്കെ ഉണ്ട് ഓരോ കിഴങ്ങ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കിഴങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ ചക്കര കിഴങ്ങ് പറിക്കൽ കഴിഞ്ഞു മക്കളെ. ഈ 2 മുരിങ്ങയൊക്കെ ഉണ്ട്. അതും കൂടിയും പറിച്ചാൽ മുരിങ്ങക്ക കറി വയ്ക്കാനായി, ചക്കര കിഴങ്ങ് പുഴുങ്ങാനായി. അപ്പോൾ അതും കൂടിയും പറിച്ചിട്ട് വരാം കേട്ടോ. ഇനിയും കുറേ സാധനങ്ങൾ ഉണ്ട്. ഇഞ്ചി ഉണ്ട്, കൊള്ളി ഉണ്ട്. കൊള്ളി വെറുതെ കൊണ്ടുവന്ന് വെച്ചതാട്ടാ, നടാണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നടാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വെറുതെ നടാണ്ടുണ്ടായ ഒരു ചക്കര കിഴങ്ങിൻ്റെ ഇതാ നല്ല ടേസ്റ്റുള്ള കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഓക്കെ, ബായ്.